വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. ചേലക്കര പഞ്ചായത്തിൽ തെരുവ് വിളക്ക് നന്നാക്കിയതിന്റെ കുടിശ്ശിക തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കരാറുകാരൻ മുജീബ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വഴിവിളക്കുകൾ നന്നാക്കിയ വകയിൽ ലഭിക്കാനുള്ള കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ മുജീബാണ് വേറിട്ട പ്രതിഷേധവുമായി എത്തിയത്. അതായത് 2005-2005 സാമ്പത്തിക വർഷം ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ തെരുവിളക്കുകൾ റിപ്പയർ ചെയ്ത വകയിൽ എനിക്ക് ഏകദേശം 5 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട്. അത് യഥാസമയം തരാതെ എന്നെ കബളിപ്പിക്കുകയാണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2026 ജനുവരി, അതായത് ഈ വർഷം ജനുവരി 21-ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ 3-ാം വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇരുന്നിട്ട് 4 ദിവസത്തിനകം പണം തരാം എന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ അത് നടപ്പായില്ല. വീണ്ടും ഞാൻ ഫെബ്രുവരി 3-ാം തീയതി പഞ്ചായത്ത് സെക്രട്ടറി വന്ന് കണ്ടു. അന്നും അവർ പറഞ്ഞത് ട്രഷറിയിലേക്ക് ഉടൻ തന്നെ ബില്ല് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സമയം വരെ അതിന് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഏകദേശം 10 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇവിടെ വെച്ചിരുന്നത്. അതിന് 2768 തെരുവിളക്കുകളെ റിപ്പയർ ചെയ്തു. അതിൽ ഏകദേശം 5 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി 5 ലക്ഷം രൂപ എനിക്ക് ലഭിക്കാനുണ്ട്. ഞാൻ എൻ്റെ ഞാനൊരു ചെറുകിട ബിസിനസ്മാനാണ്. ആളുകളിൽ നിന്ന് വായ്പ വാങ്ങിയും അതുപോലെ തന്നെ വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിയൊക്കെയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. അവരിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് സ്ഥിരം പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. അതിനൊക്കെ പുറമെ വ്യക്തിപരമായ ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉള്ള ആളാണ്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഭവന വായ്പ അടക്കം ബാധ്യത ഉള്ള ആളാണ് ഞാൻ. എന്നിരിക്കെയാണ് പഞ്ചായത്ത് എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. 2005-06 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിലെ 2768 തെരുവു വിളക്കുകൾ നന്നാക്കിയ വകയിൽ 5.5 ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ളത്. 10 ലക്ഷം രൂപയുടെ പ്രൊജക്ടിൽ പകുതി തുക മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളതെന്നും ബാക്കി തുക നൽകാൻ നിലവിലെ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നുമാണ് ആരോപണം. കടം വാങ്ങിയും മറ്റും പൂർത്തിയാക്കിയ ജോലിയുടെ പണം ലഭിക്കാത്തതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കഴിഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലും തുക നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടും പാലിച്ചില്ലെന്നും മുജീബ് ആരോപിച്ചു. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. CCV ന്യൂസ്, ചേലക്കര.